ഞാൻ ഈ സംവാദം ജിഷ്ണുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. ജിഷ്ണു, നമുക്കറിയാം 2 രാത്രികൾ കരയിലൂടെയും കടലിലൂടെയും അതുപോലെ ആകാശത്തിലൂടെയും കനത്ത തിരിച്ചടി നൽകി വലിയ പ്രഹരങ്ങളാണ് ഏൽപ്പിച്ചത്. മാത്രമല്ല ശക്തമായ പ്രതിരോധം തീർക്കുകയും ചെയ്തു. ഒടുവിൽ വെടി നിർത്തലിന് ധാരണയായിരിക്കുകയാണ്. വെടിനിർത്തലിലേക്ക് പോയ സാഹചര്യം എന്താണ്? ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചു, പാകിസ്ഥാന് ഒരുപക്ഷെ കയ്യിലുള്ളതെല്ലാം, എല്ലാ ആയുധങ്ങളും സംഭരിച്ചതെല്ലാം ഒരുപക്ഷെ തീർന്നു കാണും. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ കീഴടങ്ങുകയായിരുന്നു എന്ന് പറയുന്നതല്ലേ ഏറ്റവും ഉചിതം ജിഷ്ണു? അൽനബിയാർ, ഗത്യന്തരമില്ലാതെയാണ് വെടിനിർത്തൽ കരാറിലേക്ക് പാകിസ്ഥാൻ മുൻകൈയെടുത്തുകൊണ്ട് മുൻപോട്ട് പോയത് എന്നാണ് ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെയും സൈനിക നയതന്ത്ര തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളുടെ പൂർണ്ണ വിജയം എന്ന് നമുക്ക് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാവുന്നത്. അനിൽ നമ്പ്യാർ ചൂണ്ടിക്കാട്ടിയതുപോലെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആദ്യം ഏപ്രിൽ 22 പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം തുടർച്ചയായി 2 രാത്രികളും പാകിസ്ഥാൻ ശ്രമിച്ചത് അതിർത്തി മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ഭാരതത്തെ ആക്രമിക്കാനുള്ള വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ 2 രാത്രികളിലും തുടർച്ചയായി പാകിസ്ഥാൻ നടത്തിയിരുന്നു. വ്യോമപാതയിലൂടെ ജമ്മു കാശ്മീർ അതിർത്തി മുതൽ ലേയിലെ സൈനിക കേന്ദ്രം മുതൽ ഇങ്ങ് ഗുജറാത്തിലെ കച്ച് മേഖലയിലെ തീരപ്രദേശം വരെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു അക്രമം, നാശനഷ്ടം ഭാരതത്തിന്റെ മണ്ണിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് കിണഞ്ഞു പാകിസ്ഥാൻ പരിശ്രമിച്ചു. അതിന് വലിയ വില പാകിസ്ഥാൻ കൊടുക്കേണ്ടിയും വന്നു. അതായത് പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും വലിയ രീതിയിൽ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തച്ചു തകർത്തപ്പോൾ അതിന് തിരിച്ചടിയായി പ്രത്യാക്രമണം എന്ന രീതിയിൽ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലും ഒപ്പം ലാഹോറിലും റാവൽപിണ്ടിയിലും ഉൾപ്പെടെ കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ, ഇനിയും പ്രകോപനം ഉണ്ടായാൽ അതൊരു യുദ്ധമായി കണക്കാക്കി സർവനാശത്തിലേക്ക്, പാകിസ്ഥാന്റെ സർവനാശം കാണുന്ന യുദ്ധത്തിലേക്ക് ഭാരതം കാലെടുത്ത് വെക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിക്കുകയും അത് പരസ്യപ്പെടുത്തുകയും അതൊരു പരസ്യ പ്രതികരണമായി ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഗത്യന്തരമില്ലാതെ ഇന്ന് വൈകിട്ട് 3:35 പാകിസ്ഥാന്റെ DGMO ഭാരതത്തിന്റെ DGMOയുമായി ബന്ധപ്പെടുകയും അരമണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുകയും ചെയ്തത്. ഭാരതത്തെ സംബന്ധിച്ച് ഈ വെടിനിർത്തൽ പാകിസ്ഥാൻ മുൻപോട്ട് വെക്കുമ്പോൾ അത് തീർത്തും സ്വാഗതമാണത്. ഇന്ന് മാത്രമല്ല, ഭാരതത്തിന്റെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നില്ലെങ്കിൽ ഭാരതവും പ്രത്യാക്രമണം നടത്തില്ല എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിന്റെ നിലപാട്. അതല്ല, മറിച്ച് പാകിസ്ഥാൻ ആക്രമിക്കാനായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ റഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയ സ്കാൽപ്പ് മിസൈലുകൾ പലതും പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളും പാകിസ്ഥാന്റെ ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി പോയതിന് അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് അന്ന് ഭാരതം ആക്രമിച്ചിട്ടുള്ളത്. അതായത് ഭാരതത്തിന്റെ പോരാട്ടം പാകിസ്ഥാന്റെ മണ്ണിലുള്ള ഭീകരവാദ പരിശീലന ക്യാമ്പും അതിർത്തി കടത്തി ജമ്മു കാശ്മീരിനകത്തേക്ക് ഭീകരവാദത്തിന്റെ വിത്തുകൾ എറിയുന്ന ഭീകര തലവന്മാർ, ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസറും ഒപ്പം ലഷ്കർ-ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും എല്ലാം ടോപ്പ് കമാൻഡർമാരും ഭീകര പരിശീലന ക്യാമ്പുകളും മാത്രമാണ് ഭാരതത്തിന്റെ ലക്ഷ്യം. അത് കഴിഞ്ഞ ദിവസങ്ങളിലും വിദേശകാര്യ വകുപ്പിന്റെ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിന്റെ അവസാനത്തിലും ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണങ്ങളും ഈ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി ഏറ്റവും കൂടുതൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും സംഘർഷങ്ങൾ വഷളാക്കാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, പ്രകോപനങ്ങൾ ഉണ്ടാകരുത്, പ്രകോപനങ്ങൾ ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകും. അതായിരുന്നു വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. ഇന്ന് ഗത്യന്തരമില്ലാതെ ഒരു തരത്തിലും പ്രകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള അക്രമം ഭാരതത്തിന്റെ മണ്ണിൽ നടത്താൻ സാധിക്കില്ല എന്ന് തിരിച്ചറിവോടെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു വെടിനിർത്തലേക്ക് എത്തിയത്. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭാരതം ആക്രമിക്കുകയോ എന്ന പേടിക്കപ്പുറത്തേക്ക് ഭാരതത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഒരു പ്രദേശത്ത് പോലും ഒരു മിസൈൽ പോലും, ഒരു ആളില്ലാ വിമാനം പോലും അല്ലെങ്കിൽ ഒരു ഡ്രോൺ പോലും ആക്രമിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ ധാരണയിലേക്ക് പാകിസ്ഥാൻ മുൻകൈയെടുത്തത്. ഭാരതം അത് സ്വീകരിച്ചു, കേന്ദ്ര സർക്കാർ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഭാരതത്തിന്റെ സൈനിക വക്താക്കൾ അത് സ്വീകരിക്കുന്നു. സൈന്യത്തിന്റെ പ്രതികരണം, അനിൽ നമ്പ്യാർ, അതും ഏറ്റവും പ്രധാനമാണ്. സൈന്യത്തിന്റെ പ്രതികരണം പരിശോധിക്കുമ്പോൾ
ഏകദേശം 3 പോയിന്റുകളാണ് സൈന്യവും മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്തിട്ടുള്ള വെടിനിർത്തൽ കരാർ സൈന്യം അംഗീകരിക്കുന്നു, വെടിനിർത്തൽ പാലിക്കും, അതിർത്തിയിൽ സമാധാനം പുലരും, അതിശക്തമായ തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്, പക്ഷേ സൈന്യം എന്തിനും സജ്ജമാണ്. ഇത്രയും പോയിന്റുകളാണ് വാർത്താ സമ്മേളനത്തിൽ സൈന്യത്തിന്റെ വക്താക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചുകൊണ്ട് കര, വ്യോമ, സമുദ്ര അതിർത്തികളിൽ ഒരു മുട്ടുസൂചിയുടെ പ്രകോപനം പോലും ഇനി ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങി വെക്കില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. അത്തരം ധാരണകൾ പാലിക്കാൻ ഭാരതം എപ്പോഴും ശ്രമിക്കുകയും ഒരു രാജ്യത്തെയും അതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കാനോ കീഴടക്കുകയോ എന്നുള്ളത് ഭാരതത്തിന്റെ നിലപാടുമല്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും, ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഒപ്പം അല്പസമയങ്ങൾക്ക് മുൻപ് സൈനിക ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടിയതുപോലെ അതിർത്തിയിൽ സമാധാനം പുലരാൻ ഭാരതം പ്രവർത്തിക്കും. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് കര, വ്യോമ, സമുദ്ര അതിർത്തികളിൽ ഒരു തരത്തിലുമുള്ള പ്രകോപനം ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ സൈന്യം സജ്ജമാണ്, പ്രതിരോധ നിര അത്രയധികം സജ്ജമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേ ലഡാക്ക് മുതൽ ശ്രീനഗറിലെയും ജമ്മുവിലെയും പത്താൻകോട്ടിലെയും ഗുരുദാസ്പൂരിലെയും കൂടാതെ അതിന് താഴേക്ക് അമൃത്സറിലും രാജസ്ഥാനിലെ ജയ്സാൽമീറിലും ഗുജറാത്തിന്റെ കച്ച് മേഖലയിലും വരെ പല തരത്തിലുള്ള അക്രമത്തിന് അതായത് പരമാവധി ശ്രമിച്ചു. രാജ്യ തലസ്ഥാനമായ ഡൽഹി ഉന്നം വച്ചും അക്രമ ശ്രമം ഉണ്ടായി അല്ലേ? തീർച്ചയായും അത്തരത്തിൽ പരമാവധി ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നടത്തി. ഡൽഹി ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ അയച്ചു. അത് പക്ഷേ അതിർത്തിയിൽ ഹരിയാന മേഖലയ്ക്കുള്ളിൽ വെച്ച് തന്നെ അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് സാധിച്ചു. ആയുധങ്ങൾ ഉൾപ്പെടുന്ന ഡ്രോണുകളും അതല്ലാതെയുള്ള ഡമ്മി ഡ്രോണുകളും അതിർത്തികളിലൂടെ പറത്തി ഭാരതത്തെ പ്രകോപിപ്പിച്ചു. മിസൈലുകൾ F-16 FJ-17 ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ കയ്യിൽ ഇന്നുള്ള അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിക്കപ്പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് മിസൈലുകൾ അയക്കാൻ ശ്രമിച്ചു. അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ശ്രമം പാകിസ്ഥാൻ ശരിക്കും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 രാത്രികളിൽ ഭാരതത്തെ ആക്രമിക്കാൻ കിടഞ്ഞു ശ്രമിച്ചു. അതിൽ യാതൊരു തരത്തിലും വിജയിക്കാൻ സാധിക്കില്ല എന്ന് 100% ഉറപ്പു വന്നതോടുകൂടിയും ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ മര്യാദ കാണിക്കില്ല, സർവനാശത്തിലേക്കുള്ള യുദ്ധം കണക്കാക്കും. വളരെ കൃത്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ സന്ദേശം. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഭീകരതയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവർത്തനത്തെയും ഇനി യുദ്ധമായി തന്നെ കാണും, അത് കൃത്യമായ യുദ്ധത്തിലേക്ക് ഭാരതം കാലെടുത്ത് വെക്കും എന്നുള്ള കൃത്യമായ സന്ദേശം ആ യോഗത്തിൽ നൽകാൻ ഭാരതത്തിന്റെ ഭരണ നേതൃത്വത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നയതന്ത്ര സൈനിക തലത്തിൽ ഭാരതം കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും സ്വീകരിച്ച വലിയ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. തീർത്തും ഗത്യന്തരമില്ലാതെ തന്നെയാണ്. ഒന്ന് സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും കനത്ത തിരിച്ചടിയേറ്റു. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ഭാരതവും പാകിസ്ഥാനും ഇത്തരത്തിലൊരു പ്രശ്നവും സംഘർഷവും ഉണ്ടായപ്പോൾ ഇരു ചേരികളിലായി നിൽക്കാൻ ലോകരാജ്യങ്ങൾ ഇതെത്തിയില്ല. അത്രയും കാര്യങ്ങളാണ്, അത്രയും വസ്തുതകളാണ് ഗത്യന്തരമില്ലാതെ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കിയത്. അനിൽ നമ്പ്യാർ. ജിഷ്ണു, എനിക്ക് ഇവിടെ ഇരുന്ന് ജിഷ്ണുവിൻ്റെ നെഞ്ചിടിപ്പ് കേൾക്കാം. കാരണം പഠാൻകോട്ടിൽ ചെന്നിറങ്ങിയതും അല്ലേ, തലക്ക് മീതെ ഡ്രോൺ പറന്ന് പോകുന്നതിന് സാക്ഷി വഹിക്കുകയുണ്ടായില്ലേ? ഇന്ന് പഠാൻകോട്ടിൽ രാത്രി തങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഡ്രോൺ ആക്രമണം നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമായിരുന്നു അല്ലേ? ശരിക്ക് ഭയന്നോ? അതിന് തീർച്ചയായും ആ ഒരു സമയത്ത് ഭയമല്ലായിരുന്നു, തീർച്ചയായും ആ ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കൃത്യമായി ഒരു 1-2 നിമിഷങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിച്ചത് ആ ഡ്രോണിന്റെ വിഷ്വലുകൾ പകർത്താനാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലൊരു ഡ്രോൺ മുകളിൽ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുക ആ ഡ്രോണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം താഴെ നിൽക്കുന്ന ആളുകളിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ദേശീയപാത അത് കൃത്യമായിട്ട് പഞ്ചാബിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് പത്താൻകോട്ട് അതിർത്തിയിലേക്ക് എത്തുന്ന ആ റോഡിന് സമീപമാണ് വ്യോമതാവളത്തിന്, പത്താൻകോട്ടിലെ വ്യോമതാവളത്തിന് മുകളിലാണ് ഡ്രോൺ എത്തിയത്. അതിന് റോഡിലൂടെ സാധാരണക്കാരായ നിരവധി ആളുകൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുഖത്തൊന്നും എനിക്ക് ആ ഭയം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ കൃത്യമായി ന്യൂട്രലൈസ് ചെയ്യപ്പെടും എന്നുള്ള
വ്യക്തമായ ധാരണയും ഉറപ്പും ഭാരതത്തിന്റെ ഓരോ സാധാരണക്കാരിലും ഉണ്ട് എന്നുള്ളത് വലിയൊരു അറിവ് തന്നെയായിരുന്നു. തീർച്ചയായും ആദ്യ 2-3 സെക്കൻഡുകളിൽ ഒരു പതർച്ച അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് രാത്രിയിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കശ്മീരിലേക്കുള്ള യാത്രക്കിടെയാണ് ഇന്നിപ്പോൾ പട്ടാൻകോട്ടിൽ പാകിസ്ഥാന്റെ അതിർത്തിയിലെത്തിയത്. തീർച്ചയായും ഇന്ന് രാത്രി കഴിഞ്ഞ 2 തവണകളിലേതുപോലെ തുടർച്ചയായ അക്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ലൈവായി റിപ്പോർട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളോട് കൂടിയായിരുന്നു തയ്യാറായി നിന്നിട്ടുള്ളത്. പക്ഷേ വളരെ കൃത്യമായി ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ പാകിസ്ഥാന് സർവനാശം നേരിടേണ്ടി വരും, യുദ്ധത്തിലേക്ക് ഭാരതം കാലെടുത്ത് വെക്കുമെന്ന കൃത്യമായ സന്ദേശം നൽകിയതോടു കൂടിയാണ് ഈ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ.